BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കവേ വലിയ പൊട്ടിത്തെറികളാണ് നടന്നത്. പല മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസും BJPയും പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ പോളിംഗ് ബൂത്തുകൾ സംഘർഷഭരിതമായി തീരുകയായിരുന്നു. കൂടാതെ പലയിടങ്ങളിലും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കേന്ദ്ര സേനയ്ക്ക് ലാത്തി ചാർജ് നടത്തേണ്ടതായി വന്നു. ഇതിനിടയിൽ BJPക്കെതിരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷ വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ BJP വ്യാപകമായ അട്ടിമറി നടത്തുകയായിരുന്നെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ തീവ്രവാദികളെ പോലെയാണ് പെരുമാറുന്നതെന്നുമായിരുന്നു മമതാ ബാനർജി ഉന്നയിച്ച ആരോപണം. ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് 142 സീറ്റുകളിലായിരുന്നു. ഇതിൽ ഭൂരിഭാഗവും തൃണമൂൽ ശക്തി കേന്ദ്രങ്ങളുമാണ്. 7 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന 142 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 32.1 ദശലക്ഷം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് വിലയിരുത്തിയിരുന്നത്. സംസ്ഥാനത്ത് പ്രതിപക്ഷമായ BJP തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമ ബംഗാളിൽ വ്യാപകമായി പ്രചാരണവും നടത്തിയിരുന്നു. അതോടൊപ്പം മാർച്ച് 15 മുതൽ 19 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റാലികൾ നടത്തി പാർട്ടിക്ക് വേണ്ടി വലിയ പ്രചാരണമായിരുന്നു നടത്തിയത്. ഈ തിരഞ്ഞെടുപ്പിൽ BJP തന്നെ അധികാരത്തിൽ വരുമെന്ന് വെല്ലുവിളിയായിരുന്നു മോദി ഉയർത്തിയത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ഫലം ഭരണകക്ഷിയുടെ ആത്മവിശ്വാസത്തിന് തിരിച്ചടിയായി എന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടിരുന്നു. ഏപ്രിൽ 23-ന് 152 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ 93% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിൽ ഉച്ചയ്ക്ക് 1 മണി വരെ 61.11% വോട്ടായിരുന്നു രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഡയമണ്ട് ഹാർബറിലെ ഹൽത്ത മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിലെ BJPയുടെ താമര ചിഹ്നം ടേപ്പ് ഉപയോഗിച്ച് മറച്ചതായി BJP ആരോപിച്ചിരുന്നു. ക്രമക്കേട് നടന്ന ബൂത്തുകളിൽ ഉടൻ വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്നും BJP ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് പരാതി പരിശോധിക്കുമെന്നും സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ റീപോളിംഗ് നടത്തുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാക്കു നൽകി. എന്നാൽ BJPയും തൃണമൂലും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് തൃണമൂൽ കോൺഗ്രസ് MP ഡെറിക് ഒബ്രോയനും രംഗത്തെത്തി. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും വിജയം നേടിയാൽ രാജിവെക്കാൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു ഡെറിക് ഒബ്രോയന്റെ വെല്ലുവിളി. ബംഗാളിലെ 294 സീറ്റുകളും തങ്ങളാണ് സ്ഥാനാർത്ഥി എന്ന് താങ്കൾ പ്രഖ്യാപിച്ചു. പൊങ്ങച്ചം പറയുന്നത് നിർത്തൂ, എന്നിട്ട് ഈ വെല്ലുവിളി സ്വീകരിക്കൂ എന്നായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞത്. എന്നാൽ സംഘർഷങ്ങൾക്കിടയിലും ബംഗാളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.